So next, good evening all. Next topic is overtaking sight distance. So overtaking sight distance is the minimum distance open to the vision of the driver of a vehicle intending to overtake slow vehicle ahead with a safety against the traffic of opposite direction. Okay. So overtaking sight distance is also called safe passing sight distance, and it is the minimum distance um, for overtaking. It is the minimum distance available to the driver for overtaking against overtaking with the safety against the traffic of opposite direction. Okay. അതായത് മുമ്പിൽ പോകുന്ന സ്ലോ വെഹിക്കിളിനെ ഓവർടേക്ക് ചെയ്യാനായിട്ട് ഹൈവേ കിട്ടുന്ന ആ മിനിമം ഡിസ്റ്റൻസ് ഓപ്പോസിറ്റ് വരുന്ന വെഹിക്കിളിനെ കൊളൈഡ് ചെയ്യാതെ തൊട്ട് മുമ്പിൽ പോകുന്ന സ്ലോ വെഹിക്കിളിനെ ഓവർടേക്ക് ചെയ്യാനായിട്ട് കിട്ടുന്ന മിനിമം ഡിസ്റ്റൻസിനാണ് ഓവർടേക്കിംഗ് സൈറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സേഫ് പാസിംഗ് സൈറ്റ് ഡിസ്റ്റൻസ് എന്ന് കൂടെ ഇതിന് പറയും. ദെൻ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്പീഡ് ആയിരിക്കും. സ്പീഡ് എന്ന് പറയുമ്പോൾ മൂന്ന് വെഹിക്കിളിന്റെ സ്പീഡ് വരും. ദാറ്റ് ഈസ് ഓവർടേക്കിംഗ് വെഹിക്കിളിന്റെ സ്പീഡ് വരും, ഓവർടേക്കൺ വെഹിക്കിൾ ദാറ്റ് ഈസ് ദ സ്ലോ വെഹിക്കിൾ. ഓവർടേക്കിംഗ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് വെഹിക്കിൾ ആണ്. ദെൻ ഓവർടേക്കൺ വെഹിക്കിൾ എന്ന് പറയുമ്പോൾ സ്ലോ വെഹിക്കിൾ ആൻഡ് ദ വെഹിക്കിൾ കമ്മിങ് ഫ്രം ദ opposite direction, that is oncoming vehicle. So speed of overtaking or fast vehicle, speed of overtaken or slow vehicle, and speed of oncoming vehicle. The next one is distance between the overtaking and overtaken vehicle. Then skill and reaction time of the driver. Then rate of acceleration of overtaking vehicle. കാരണം overtaking vehicle ആണ് accelerate ചെയ്ത് വെഹിക്കിൾ മുമ്പിൽ ഓവർടേക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ rate of acceleration of overtaking vehicle. Then if there is any grading. Okay, these are the factors affecting the factors considered for the calculation of overtaking sight distance. So next is analysis of overtaking sight distance. എങ്ങനെയാണ് ഓവർടേക്കിംഗ് സൈറ്റ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഒരു ടു വേ ട്രാഫിക്. ഓക്കെ, ടു വേ ട്രാഫിക്. സോ ഈ ഫിഗറിൽ A1, A2, B1, B2, A3, C1, C2 എന്ന് പറഞ്ഞ അങ്ങനെ കുറച്ച് വെഹിക്കിൾസിന് നമ്മൾ നെയിം കൊടുത്തിട്ടുണ്ട്. അതുപോലെ D1, D2, D3 എന്ന് കാണിച്ചിട്ടുണ്ട്, ഡിസ്റ്റൻസസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോന്ന് പറയാം. ഹിയർ A1 എന്ന് പറയുന്നത്, ഓക്കെ, എ എന്ന് പറയുന്നത് ഫാസ്റ്റ് മൂവിംഗ് വെഹിക്കിൾ, അതല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വെഹിക്കിളാണ്, ഓവർടേക്കിംഗ് വെഹിക്കിളാണ് എ എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ദെൻ ബി ഈസ് സ്ലോ വെഹിക്കിൾ ഓർ ഓവർടേക്കൺ വെഹിക്കിൾ. ഓക്കെ, ദെൻ സി ഇസ് ദ oncoming vehicle, that is the vehicle coming from the opposite direction. Okay, then ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് അനാലിസിസ് ചെയ്യാനായിട്ട് നമ്മൾ ടോട്ടൽ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസിന് 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് D1, D2 ആൻഡ് D3. D1, D2 ആൻഡ് D3. സോ നമുക്ക് റോഡിൽ ഇതിപ്പോൾ ടു വേ ട്രാഫിക് ആണ്. ഇങ്ങനെ ലൈൻ ഉണ്ട്, ഈ ഡയറക്ഷനിലും ട്രാവലിംഗ് ഉണ്ട്, വെഹിക്കിൾസ് വരുന്നുണ്ട്, ഈ ഡയറക്ഷനിലും വെഹിക്കിൾസ് വരുന്നുണ്ട്. സോ ഹിയർ D1 എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ ഒരു ട്രാഫിക് ഓവർടേക്കിംഗ് മാനുവർ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, റോഡിൽ ഓവർടേക്കിംഗ് മാനുവർ കൺസിഡർ ചെയ്യുമ്പോൾ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന വെഹിക്കിൾ ഉണ്ടാവും, സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന വെഹിക്കിൾ ഉണ്ടാവും. ടു വേ ട്രാഫിക് ആയതുകൊണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെഹിക്കിൾസ് വരുന്നത്. അപ്പോൾ ഈ ഫാസ്റ്റ് വെഹിക്കിൾസ് ആണല്ലോ ഓവർടേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫാസ്റ്റ് വെഹിക്കിൾ ഓവർടേക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിന് തൊട്ട് മുമ്പിൽ പോകുന്ന സ്ലോ വെഹിക്കിളിന്റെ പുറകിൽ ഒരു ഡിസ്റ്റൻസ്, സ്പേസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് കുറച്ച് ദൂരം അത് ട്രാവൽ ചെയ്യും. ഇതിന് വേണ്ടിയിട്ടാണ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാനായിട്ട്, ഓവർടേക്കിംഗ് ചെയ്യാനുള്ള സേഫ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാനായിട്ട് ഈ സ്ലോ വെഹിക്കിളിന്റെ ബാക്കിൽ ഒരു സ്പേസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഓവർടേക്കിംഗ് വെഹിക്കിൾ, അതായത് ഫാസ്റ്റ് മൂവിംഗ് വെഹിക്കിൾ ട്രാവൽ ചെയ്യും, കുറച്ച് ദൂരം ട്രാവൽ ചെയ്യും. അത് കഴിഞ്ഞ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിയുമ്പോൾ അത് എന്ത് ചെയ്യും? അത് ആക്സിലറേറ്റ് ചെയ്ത് ആ സെയിം ലൈൻ, അതിന്റെ ലൈൻ ഷിഫ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റന്റ് ലൈനിലേക്ക് കയറി സ്പീഡ് കൂട്ടി ഓവർടേക്ക് ചെയ്ത് എഗെയിൻ അതിന്റെ സെയിം ലൈനിലേക്ക് ഷിഫ്റ്റ് ബാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് വരുന്ന വെഹിക്കിളിനെ കൊളൈഡ് ചെയ്യാതെ സേഫ് ആയിട്ട് ദെൻ അതിന്റെ സെയിം ലൈനിലേക്ക് തന്നെ അത് ഷിഫ്റ്റ് ചെയ്യും.
അങ്ങനെയാണ്. അപ്പോൾ ആ സമയത്ത് എന്താണ്, ആ സ്ലോ വെഹിക്കിൾ അതും കുറച്ച് ദൂരം മുമ്പോട്ടേക്ക് പോയിട്ടുണ്ടാവും. ആ വെഹിക്കിളുമായിട്ടുള്ള ഒരു സ്പേസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും അത് എന്ത് ചെയ്യുന്നത്, അതിന്റെ സെയിം ലൈനിലേക്ക് ഷിഫ്റ്റ് ബാക്ക് ചെയ്യുന്നത്. അതാണ് ആക്ച്വൽ ഒരു ഓവർടേക്കിംഗ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ. സോ ഇവിടെ നമ്മൾ ഓവർടേക്കിംഗ് സൈറ്റ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ടോട്ടൽ ഓവർടേക്കിംഗ് സൈറ്റ് ഡിസ്റ്റൻസിന് D1 D2 D3 എന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ D1 എന്ന് പറയുന്നത് ഓക്കെ, സ്ലോ വെഹിക്കിളിന്റെ ബാക്കിൽ ഈ ഓവർടേക്കിംഗ് വെഹിക്കിൾ, അതായത് ഫാസ്റ്റ് മൂവിങ് വെഹിക്കിൾ ഒരു സ്പേസ് മെയിൻറ്റെയിൻ ചെയ്ത് കുറച്ച് ദൂരം ട്രാവൽ ചെയ്യുന്നതാണ്, കുറച്ച് ഡിസ്റ്റൻസ് അത് മൂവ് ചെയ്യും. അപ്പൊ ആ ഡിസ്റ്റൻസ് ആ മൂവ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് റിയാക്ഷൻ ടൈം ആയിട്ടാണ് പറയുന്നത്. കാരണം എന്താണ്, ആ സമയത്ത് ആ ഫാസ്റ്റ് മൂവിങ് വെഹിക്കിളിലെ ഡ്രൈവറിന്റെ തോട്ട് പ്രോസസ്സിൽ എന്താണ്, ഓവർടേക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നോക്കിയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ആ സമയം അതൊരു റിയാക്ഷൻ ടൈം ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആ റിയാക്ഷൻ ടൈം എടുക്കുന്നത് 2 seconds ആണ്. ഇതിനു മുമ്പ് സ്റ്റോപ്പിംഗ് സൈറ്റ് ഡിസ്റ്റൻസ് പറഞ്ഞപ്പോൾ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത് 2.5 seconds ആണ് എടുത്തത്. OSDയുടെ കേസിലാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 2 seconds ആണ് ഓവർടേക്കിംഗ് ടോട്ടൽ റിയാക്ഷൻ ടൈം എടുക്കുന്നത് 2 seconds ആണ്. അപ്പൊ ആ ഒരു റിയാക്ഷൻ ടൈമിൽ ഓവർടേക്കിംഗ് ചെയ്യണം എന്നുള്ള ആ തോട്ടിലൂടെ പോകുന്ന ആ ഒരു റിയാക്ഷൻ ടൈമിൽ അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് D1 എന്ന് പറയുന്നത്. ഓക്കെ, D1 എന്ന് പറയുന്നത്. So D1 is the distance traveled by overtaking vehicle A during the reaction time T. ഓക്കെ, ആ റിയാക്ഷൻ ടൈമിൽ ഈ എ വെഹിക്കിൾ ട്രാവൽ ചെയ്യുന്ന A1 പൊസിഷനിൽ നിന്ന് A2 പൊസിഷനിലേക്ക് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനാണ് D1 എന്ന് പറയുന്നത്. അപ്പൊ ഈ D1 A2 പൊസിഷനിലാണെങ്കിൽ ആകുമ്പോഴും എന്താണ്, അത് സ്ലോ വെഹിക്കിളുമായിട്ട് ഒരു സ്പേസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കും പതിയെ പതിയെ മൂവ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് അവിടെ എക്സ് കാണിച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ്, അപ്പൊ നമുക്ക് ഇവിടെ D1 എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? D1 എന്ന് പറയുമ്പോൾ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ഓവർടേക്കിംഗ് വെഹിക്കിൾ എ ഡ്യൂറിംഗ് ദ റിയാക്ഷൻ ടൈം T. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, സ്പീഡ് ഇൻറ്റു ടൈം ആണ്. അപ്പൊ ആ സമയത്ത് ആ വെഹിക്കിളിന്റെ സ്പീഡ് എന്തായിരിക്കും, ഫാസ്റ്റ് ഓവർടേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ വെഹിക്കിളിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിന്റെ മുമ്പിൽ പോകുന്ന വെഹിക്കിളിന്റെ സ്പീഡിലേക്ക് അത് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡീസലറേറ്റ് ചെയ്തിട്ടുണ്ടാവും. കാരണം എന്താണ്, ഹൈ സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പൊ തൊട്ട് മുമ്പിൽ പോകുന്ന വെഹിക്കിളിന്റെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം ഹൈവേയിലൂടെ പോകാനായിട്ട്. അപ്പോൾ ആ സമയത്ത് ആ ഒരു ഫാസ്റ്റ് മൂവിങ് വെഹിക്കിളിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്, റിയാക്ഷൻ ടൈമിൽ അത് മൂവ് ചെയ്യുമ്പോൾ അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ഓവർടേക്കൺ വെഹിക്കിൾ ഓർ ദ സ്ലോ വെഹിക്കിൾ ആണ്. അത് നമ്മൾ VB ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ VB ഇസ് ദ സ്പീഡ് ഓഫ് സ്ലോ മൂവിങ് വെഹിക്കിൾ ഓർ ഓവർടേക്കൺ വെഹിക്കിൾ ആണെങ്കിൽ then what is the distance traveled by the fast moving vehicle from position A1 to A2 എന്ത് വരും, D1 ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എങ്ങനെ വരും, സ്പീഡ് ഇൻറ്റു ടൈം, ദാറ്റ് ഈസ് VB ഇൻറ്റു T. എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, റിയാക്ഷൻ ടൈം. ആ റിയാക്ഷൻ ടൈമിലാണ് അത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ VB ഇൻറ്റു T ആണ് നമ്മൾ എന്ത് D1 കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി D2 ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഈ ഡിസ്റ്റൻസ് D2 എന്ന് പറയുന്നതാണ് ഇസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വെഹിക്കിൾ ഡ്യൂറിംഗ് ദ ആക്ച്വൽ ഓവർടേക്കിംഗ് ഓപ്പറേഷൻ. ക്യാപിറ്റൽ T ആയിട്ടാണ് ആക്ച്വൽ ഓവർടേക്കിംഗ് ഓപ്പറേഷൻ പറയുന്നത്. അപ്പൊ ആ സമയത്ത് എന്തായിരിക്കും, ആ A2 പൊസിഷനിലെത്തി ആ സ്ലോ വെഹിക്കിളിന്റെ മുമ്പിലായിട്ട് ഒരു ബാക്കിലായിട്ട് ഒരു സ്പേസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അതിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ടൈമിൽ എന്താണ്, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിയുമ്പോൾ അത് ആക്സിലറേറ്റ് ചെയ്ത് അതിന്റെ ലൈൻ അഡ്ജസ്റ്റന്റ് ലൈനിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ദെൻ ഓവർടേക്ക് ചെയ്ത് ദെൻ അഗെയിൻ അതിന്റെ സെയിം ലൈനിലേക്ക് ഷിഫ്റ്റ് ബാക്ക് ചെയ്യുന്ന ആ ഒരു ടൈം, അതാണ് ആക്ച്വൽ ഓവർടേക്കിംഗ് ടൈം എന്ന് പറയുന്നത്. ആ ടൈമിൽ ഈ വെഹിക്കിൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനാണ് D2 എന്ന് പറയുന്നത്. ഓക്കെ, D2 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ D2 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും, D2 = നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും, B + 2S എന്ന് എഴുതാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു സ്ലോ വെഹിക്കിളിന്റെ ആയിട്ടൊരു സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ, സ്പേസ് എസ് മെയിൻറ്റെയിൻ ചെയ്യും. അത് കഴിഞ്ഞത് ഈ വെഹിക്കിൾ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എഗെയിൻ, അപ്പോൾ ഇത് ഓവർടേക്ക് ചെയ്ത് ഈ ഒരു A3 പൊസിഷനിൽ എത്തുമ്പോൾ, വെഹിക്കിൾ ഓവർടേക്ക് ചെയ്ത് A3 പൊസിഷനിൽ എത്തുമ്പോൾ സ്ലോ വെഹിക്കിൾ എന്ന് പറയുന്നത് എന്താണ്, B1 പൊസിഷനിൽ നിന്ന് B2 പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ആ B2 പൊസിഷനിൽ പോകുന്ന സ്ലോ വെഹിക്കിളിനും ആ സെയിം ഒരു സ്പേസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരിക്കും എന്ത് വെഹിക്കിൾ ഓവർടേക്കിംഗ്, അതായത് ഫാസ്റ്റ് വെഹിക്കിൾ അതിന്റെ ലൈനിലേക്ക് ഷിഫ്റ്റ് ബാക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെയും നമുക്ക് എന്താണ്, ആ ഒരു സ്പേസ് കാണാൻ പറ്റും. ഇനി ഈ B എന്ന് പറയുന്ന സ്ലോ വെഹിക്കിൾ ഈ ഓവർടേക്കിംഗ് ടൈമിന്റെ ആക്ച്വൽ ഓവർടേക്കിംഗ് ഓപ്പറേഷൻ നടക്കുന്ന ആ ടൈമിൽ മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് B1 നിന്ന് B2 എത്താൻ എടുക്കുന്ന ആ ഒരു ഡിസ്റ്റൻസിന് നമുക്ക് B എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ D എന്ന് പറയുന്നത് എങ്ങനെ എടുക്കാൻ പറ്റും, D = B + 2S എന്ന് എടുക്കാൻ പറ്റും. അപ്പൊ ഒന്നുകൂടെ പറയാം ഞാൻ, D2 എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട്, D2 is the distance traveled by the vehicle A during the actual overtaking operation time T ആണ്. ഓക്കെ, അപ്പൊ ഈ B = നമ്മൾ എന്തെന്ന് എഴുതുക, B +
ഇതാണ് ബി എന്ന് പറയുന്നത്. ഓക്കെ, ബി പ്ലസ് 2s നമുക്ക് എഴുതാം. d2 ഈക്വൽ ടു ബി പ്ലസ് 2s. ഓക്കെ, അപ്പൊ ഇവിടെ എസ് എന്ന് പറയുന്നത് എന്താണ്? ആ സ്പേസ് ആണ്. ഇവിടുത്തെ ഈ ഫാസ്റ്റ് മൂവിംഗ് വെഹിക്കിളും സ്ലോ വെഹിക്കിളും തമ്മിൽ ഒരു സ്പേസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് അത് ട്രാവൽ ചെയ്യുന്നത് പറഞ്ഞു. ആ സ്പേസ് ആണ് ഇവിടെ. അത് എന്നത് ഓവർടേക്ക് ചെയ്ത് അതിന്റെ സെയിം ലൈനിലേക്ക് ഷിഫ്റ്റ് ബാക്ക് ചെയ്താലും എന്താണ്, ആ ഒരു സ്പേസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരിക്കും അത് ഷിഫ്റ്റ് ബാക്ക് ചെയ്യുന്നത് അല്ലെ, കൊളൈഡ് ചെയ്യാതെ ആ ഒരു സ്പേസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരിക്കും ഷിഫ്റ്റ് ബാക്ക് ചെയ്യുന്നത്. അപ്പൊ ആ സ്പേസ് ആണ് എസ് എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ആക്ച്വൽ ഓവർടേക്കിംഗ് ഓപ്പറേഷൻ നടക്കുമ്പോൾ ഈ A2 എന്ന് പറയുന്ന വെഹിക്കിൾ A3യിൽ എത്തുമ്പോൾ എന്താണ്, ബി എന്ന് പറയുന്ന വെഹിക്കിൾ എന്താണ്, B2 എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. അതാണ് ബി എന്ന് പറയുന്നത്. അപ്പൊ ബി ഈക്വൽ ടു നമുക്ക് എന്ന് എഴുതാം, D2 ഈക്വൽ ടു എന്ന് എഴുതാം, ബി പ്ലസ് 2s എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ബി പ്ലസ് 2s എന്ന് എഴുതാൻ പറ്റും. ഇനി ഇവിടെ വാട്ട് ഈസ് ബി? ബി എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സ്ലോ വെഹിക്കിൾ ഫ്രം ദ പൊസിഷൻ B1 to B2 ആണ് ബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ സമയത്ത് അതിന്റെ സ്പീഡ് എന്ന് പറയുന്നതായിരിക്കും സ്പീഡ് ഓഫ് സ്ലോ വെഹിക്കിൾ ബി ബി ആയിരിക്കും. ദെൻ അതിന്റെ ടൈം എന്തായിരിക്കും? ആക്ച്വൽ ഓവർടേക്കിംഗ് ടൈം ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ബി ഈക്വൽ ടു വി ബി ഇൻറ്റു ടി എന്ന് എഴുതാൻ പറ്റും. വി ബി ഇൻറ്റു ക്യാപിറ്റൽ ടി. ബി ഈക്വൽ ടു വി ബി ഇൻറ്റു ക്യാപിറ്റൽ ടി എന്ന് എഴുതാം. അതുപോലെ തന്നെ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്, എസ് എന്ന് പറഞ്ഞാൽ ഒരു സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് IRC ഒരു എംപിരിക്കൽ ഫോർമുല സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആ ഫോർമുലയാണ് എന്ത്? എസ് ഈക്വൽ ടു 0.7 VB പ്ലസ് 6. ഓക്കെ, VB ഇസ് ദ സ്പീഡ് ഓഫ് സ്ലോ വെഹിക്കിൾ. അതൊരു എംപിരിക്കൽ ഫോർമുലയാണ്, IRC സജസ്റ്റ് ചെയ്യുന്ന എംപിരിക്കൽ ഫോർമുലയാണ്. എസ് ഈക്വൽ ടു 0.7 VB പ്ലസ് 6. അപ്പൊ ടോട്ടൽ D2 ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ B പ്ലസ് 2s വിച്ച് ഇസ് ഈക്വൽ ടു VB ഇൻറ്റു ക്യാപിറ്റൽ T പ്ലസ് 2s എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി ഇവിടെ ടി എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വൽ ഓവർടേക്കിംഗ് ഓപ്പറേഷൻ ടൈം ആണ്. ആക്ച്വൽ ഓവർടേക്കിംഗ് ഓപ്പറേഷൻ ടൈം ആണ് ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും ഒരു ഇക്വേഷൻ ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ഇക്വേഷൻ പറയുന്നുള്ളത്, കാൽക്കുലേറ്റ് അത് ആ ഒരു ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കുക. ക്യാപിറ്റൽ ടി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 4s by a. ഹിയർ s is the space maintained between vehicle or fast moving vehicle and സ്ലോ മൂവിംഗ് വെഹിക്കിൾ. ആൻഡ് എ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ റേറ്റ് ഓഫ് ആക്സിലറേഷൻ ഓഫ് ഫാസ്റ്റ് മൂവിംഗ് വെഹിക്കിൾ ആണ് എ എന്ന് പറയുന്നത്. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ക്യാപിറ്റൽ ടി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 4s by a. ഇനി D3 എന്ന് പറയുന്നത് എന്താണ്? ഓൺ കമ്മിങ് വെഹിക്കിൾ, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന വെഹിക്കിൾ C1 പൊസിഷനിൽ നിന്ന് C2 പൊസിഷനിലേക്ക് എത്താനുള്ള സമയമാണെന്ന് പറയുന്നത് D3 എന്ന് പറയുന്നത്. അപ്പൊ അതെന്ന് പറയുമ്പോൾ ആ സമയത്ത് സിയുടെ സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിസൈൻ സ്പീഡ് ഓഫ് സ്ട്രീം ആയിരിക്കും. അത് നമ്മൾ ക്യാപിറ്റൽ ബി ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ക്യാപിറ്റൽ ബി ഇൻറ്റു ദെൻ അത് ട്രാവൽ ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓവർടേക്കിംഗ് ടൈം ആയിരിക്കും. വി ഇൻറ്റു ടി എന്ന് പറയുന്നതാണ് എന്ത്? D3 ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? വി ബി ഇൻറ്റു ടി പ്ലസ്, അതായത് വി ബി ഇൻറ്റു സ്മോൾ ടി. ഹിയർ വി ബി ഇസ് ദ സ്പീഡ് ഓഫ് slow vehicle and T is the reaction time, plus VB into capital T, that is എന്താണ് സ്പീഡ് ഓഫ് സ്ലോ വെഹിക്കിൾ ഇൻറ്റു ഓവർടേക്കിംഗ് ടൈം. അതാ സ്മോൾ ബി ആണ് കേട്ടോ. വി ബി ഇൻറ്റു ടി എന്ന് പറയുന്നത് സ്മോൾ ബി ആണ്. പ്ലസ് 2s. എസ് ഈസ് ദ സ്പേസ് മെയിൻറ്റെയിൻഡ് ബിറ്റ്വീൻ ദ ഓവർടേക്കിംഗ് ആൻഡ് ഓവർടേക്കൺ വെഹിക്കിൾ. അതിന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ദർ ഇസ് എൻ എംപിരിക്കൽ ഫോർമുല എസ് ഇസ് ഈക്വൽ ടു 0.7 VB പ്ലസ് 6 പ്ലസ് എന്താണ് വി ഇൻറ്റു വി എന്ന് പറയുമ്പോൾ ഡിസൈൻ സ്പീഡ് ഓഫ് ഓൺ കമ്മിങ് വെഹിക്കിൾ ആൻഡ് ക്യാപിറ്റൽ ടി ഇസ് ദ ആക്ച്വൽ ഓവർടേക്കിംഗ് ടൈം. അപ്പൊ ഇത്രയാണ് വരുന്നത്. ഇനി അത് നമ്മൾ ഇപ്പൊ പറഞ്ഞ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സ്പീഡ് ഡിസൈൻ സ്പീഡ് മീറ്റർ പെർ സെക്കൻഡിലാവുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്. അതിന് ഡിസൈൻ സ്പീഡ് കിലോമീറ്റർ പെർ അവറിലാവും. അതായത് നമുക്ക് ഡേറ്റ ചിലപ്പോൾ തന്നിരിക്കുന്നത് കിലോമീറ്റർ പെർ അവറിലായിരിക്കും, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. കിലോമീറ്റർ പെർ അവർ ആകുമ്പോൾ അതിന്റെ OSD ഇക്വേഷൻ എന്ന് പറയുന്നത് 0.28 VB into T plus 0.28 VB into capital T plus 2s plus 0.28 into V into T. ഓക്കെ, അതായത് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് 0.28 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇനി ടു ലൈൻ ടു വേ ട്രാഫിക് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ മിനിമം ഓവർടേക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് D1 പ്ലസ് D2 പ്ലസ് D3 ആയിരിക്കും. ഇനി വൺ വേ ട്രാഫിക് ഓർ ഡിവൈഡഡ് ഹൈവേസ് ആണെങ്കിൽ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് D1 പ്ലസ് D2 ഉണ്ടാവുള്ളൂ. കാരണം D3 എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ഓൺ കമ്മിങ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ വെഹിക്കിൾ.
ഡ്യൂറിങ് ദ ആക്ച്വൽ ഓവർടേക്കിംഗ് ടൈമാണ്. അപ്പോൾ ഇവിടെ വൺ വേ ട്രാഫിക് ആണെങ്കിൽ എന്താണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെഹിക്കിൾസ് വരുന്നില്ല. അപ്പോൾ എന്താണ് ഓൺലി D1+D2 ഉണ്ടാവും. ഇനി ഈ ഹൈവേസിൽ നമ്മൾ എന്താണ് ഈ ഓവർടേക്കിംഗ് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് ഒരു ഓവർടേക്കിംഗ് സോൺസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ സോൺ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ മിനിമം ഡിസേർബിൾ ലെങ്ത് എന്ന് പറയുന്നത് 3 times of OSD ആയിരിക്കും. ദെൻ ദ ഡിസേർബിൾ ലെങ്ത് മിനിമം ലെങ്ത് ഓഫ് ഓവർടേക്കിംഗ് സോൺ എന്ന് പറയുന്നത് 3 times OSD ആയിരിക്കും. ദെൻ അതിന്റെ ഡിസേർബിൾ എന്ന് പറയുന്നത് 5 times OSD ആയിരിക്കും. ആ ഒരു വാല്യൂസും ഓർത്തിരിക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഇന്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇന്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് ലാസ്റ്റ് ക്ലാസ്സിൽ. ഇന്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ ഹൈവേയിൽ നമുക്ക് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഓവർടേക്കിംഗ് സോൺസ് ഒക്കെ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അതെന്തെങ്കിലും സിറ്റുവേഷൻസ് പ്രാക്ടിക്കൽ റീസൺസ് കാരണം ഓവർടേക്കിംഗ് ഓപ്പറേഷൻസ് ലിമിറ്റഡ് ഓവർടേക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് വെഹിക്കിൾസിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ഇന്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 times ഓഫ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, 2 times ഓഫ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്. ഇനി ഡേ ടൈമിൽ വരുന്ന ഡേ ടൈമിലാണ് വെഹിക്കിളിന് സേഫ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു ഡിസ്റ്റൻസ് ആണ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സെയിം അത് നൈറ്റ് ടൈമിലാണെങ്കിൽ നമ്മൾ അതിനെ ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയും. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് സെയിം SSDയുടെ ഫോമിൽ തന്നെയാണ്. അപ്പോൾ HSD ഈക്വൽ ടു നമുക്ക് SSD എന്ന് എഴുതാം. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ഇനി കുറച്ച് പ്രീവിയസ് PSC ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2020 ചോദിച്ചതാണ്, PWD AEക്ക് ചോദിച്ചതാണ്. വാട്ട് ഇസ് ദ മിനിമം കോഎഫിഷ്യന്റ് ഓഫ് ലാറ്ററൽ ഫ്രിക്ഷൻ ഫോർ എ ഹൈവേ? അപ്പോൾ അത് ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. ലാൻഡ് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ ഡിസൈൻ പർപ്പസിന് നമ്മൾ 2 ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനും ലാറ്ററൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനും. ലോഞ്ചിറ്റ്യൂഡിനൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ വാല്യൂ നമ്മൾ പറഞ്ഞു 0.35 to 0.4. സോ ഹിയർ ലാറ്ററൽ ഫ്രിക്ഷൻ ആണ്. അതായത് ഹൊറിസോണ്ടൽ കർവിന്റെ കേസിൽ സൂപ്പർ എലിവേഷൻ ഡിസൈൻ ചെയ്യാൻ നേരത്താണ് നമ്മൾ ലാറ്ററൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലാറ്ററൽ ഫ്രിക്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0.15 ആണ് ആൻസർ. 0.15. Then next one, the design speed of a road is 65 km/h. The friction coefficient is 0.36 and the reaction time of the driver is 2.5 seconds. Then the headlight side distance calculate ചെയ്യണം. അപ്പോൾ ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് ഈക്വൽ ടു എന്താണ്? സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ആണ്. അത് നൈറ്റ് ടൈമിൽ പറയുന്നതുകൊണ്ട് നമ്മൾ ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് അതിനെ ഞാൻ പറയുന്നതേ ഉള്ളൂ. സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സെയിം ഫോമുല തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോമുല എന്തായിരുന്നു? SSD ഈക്വൽ ടു .278 VT plus V square by 254F ആണ് ഇക്വേഷൻ വരുന്നത് അല്ലേ? 0.278 VT plus V square by 254F. അതിൽ V എന്ന് പറയുമ്പോൾ ഡിസൈൻ സ്പീഡ് ആണ്, T എന്ന് പറയുന്നത് ടോട്ടൽ റിയാക്ഷൻ ടൈം ആണ്, ദെൻ F എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, ലോഞ്ചിറ്റ്യൂഡിനൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണ്? 65 km/h ആണ്. അപ്പോൾ വിയുടെ പൊസിഷനിൽ എന്ത് കൊടുക്കുക? 65 km/h സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. T എന്ന് പറയുന്നത് 2.5 seconds ആണ്. F എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇവിടെ വാല്യൂ തന്നിട്ടുണ്ട് 0.36 ആണ് വാല്യൂ തന്നിരിക്കുന്നത്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 91.4 meters എന്നാണ് കിട്ടുന്നത്. SSDയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. Next, according to PIEV theory, for calculating stopping side distance, which among the following is not included in the total reaction time? അപ്പോൾ ടോട്ടൽ റിയാക്ഷൻ ടൈമിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് PIEV തിയറി പറഞ്ഞു അല്ലേ? പെർസെപ്ഷൻ, ഇന്റലക്ഷൻ, ഇമോഷൻ ആൻഡ് വൊളീഷൻ. അതാണ് അതിന്റെ അത് PIEV എന്ന് പറഞ്ഞാൽ P ഫോർ പെർസെപ്ഷൻ, I ഫോർ ഇന്റലക്ഷൻ, E ഫോർ ഇമോഷൻ ആൻഡ് B ഫോർ വൊളീഷൻ. അപ്പോൾ ഇവിടെ വന്നിട്ടില്ലാത്ത ഏതാണ്? പെർസെപ്ഷൻ ഉണ്ട്, ഇമോഷൻ ഉണ്ട്, വൊളീഷൻ ഉണ്ട്. അപ്പോൾ I എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഇന്റലക്ഷൻ ആണ്. അതായത് ഒരു ഒബ്ജക്റ്റ് മുമ്പിൽ കണ്ടു കഴിയുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ഇന്റലക്ഷൻ ടൈം എന്ന് പറയുന്നത്. ഇവിടെ അതിന് പകരം ഇന്റർചേഞ്ചിങ് ടൈം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വരാത്ത ഏതാണ്? ഇന്റർചേഞ്ചിങ് ടൈം ആണ്. അതാണ് ആൻസർ വരുന്നത്. അക്കോർഡിംഗ് ടു PIEV theory, for calculating stopping side distance, which among the following is not included in the total reaction time? That is interchanging time.
Then the distance traveled by moving vehicle during perception time and brake reaction time is called എന്തായിരിക്കും സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്. പെർസെപ്ഷൻ ടൈം എന്ന് പറയുമ്പോൾ എന്താണ് ലാഗ് ഡിസ്റ്റൻസ് ആണ്. ദെൻ ബ്രേക്ക് റിയാക്ഷൻ ടൈം എന്ന് പറയുമ്പോൾ ബ്രേക്ക് ഡിസ്റ്റൻസ് ആണ്. അതിന്റെ സം എന്ന് പറയുന്നത് എന്താണ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ആണ്. lag distance plus braking distance. Then, for a descent speed of 80 km per hour, minimum stopping side distance for a moving vehicle on a roadway is. Okay. അപ്പോൾ എന്താണ് ഇവിടെ ഡിസൈൻ സ്പീഡ് തന്നിട്ടുണ്ട് 80 km/h. SSD കാണാനുള്ള ഇക്വേഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞു എന്താണ് 0.278 VT പ്ലസ് വി സ്ക്വയർ ബൈ 254 F. ഇവിടെ ഡിസൈൻ സ്പീഡ് മാത്രമാണ് തന്നിട്ടുള്ളൂ. അപ്പോൾ ടി എന്താണെന്ന് നമുക്കറിയാം. എന്താണ് 0.278 വി എന്ന് പറയുമ്പോൾ 80 km/h ഇൻറ്റു ടി എന്ന് പറയുന്നത് റിയാക്ഷൻ ടൈം ആണ്. അപ്പോൾ റിയാക്ഷൻ ടൈം എത്ര എടുക്കേണ്ടത് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ആണെങ്കിൽ 2.5 seconds എടുക്കുക. ദെൻ പ്ലസ് വി സ്ക്വയർ ബൈ 254 എഫ് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. ഇവിടെ തന്നിട്ടില്ല. അപ്പോൾ 80 km/h എത്ര എടുക്കുക 0.35 എടുക്കുക. അതിൽ ഒരു ടേബിളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് പറയുമ്പോൾ ടേബിളിൽ ഓരോ സ്പീഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ വാല്യൂ പറയുന്നുണ്ട്. ഇവിടെ 0.35 എടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 120 meters ആണ്. അപ്പോൾ നെക്സ്റ്റ് ഇപ്പോൾ ക്രോസ് സെക്ഷൻ എലമെന്റ്സ് അല്ല ജോമെട്രിക് ഡിസൈൻ ഹൈവേ ജോമെട്രിക് ഡിസൈൻ എലമെന്റ്സ് പറയുമ്പോൾ ഫസ്റ്റ് വൺ ക്രോസ് സെക്ഷൻ എലമെന്റ്സ് പറഞ്ഞു. നെക്സ്റ്റ് സൈഡ് ഡിസ്റ്റൻസ് ഡീറ്റെയിൽസ് പറഞ്ഞു. തേർഡ് വൺ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ അലൈൻമെന്റ് ഡീറ്റെയിൽസ് ആണ്. ഹൊറിസോണ്ടൽ അലൈൻമെന്റ് ഡീറ്റെയിൽസിൽ മെയിനായിട്ട് ഹൊറിസോണ്ടൽ കർവിന്റെ ഡിസൈൻ ആണ് വരുന്നത്. അപ്പോൾ ആ ഹൊറിസോണ്ടൽ കർവിന്റെ ഡിസൈൻ എലമെന്റ്സ് ആയിട്ട് വരുന്നത് ഫസ്റ്റ് വൺ സൂപ്പർ എലിവേഷൻ, ദെൻ എക്സ്ട്രാ വൈഡനിങ്, സൂപ്പർ എലിവേഷൻ, എക്സ്ട്രാ വൈഡനിങ്, ഡിസൈൻ ഓഫ് ട്രാൻസിഷൻ കർവ് ആൻഡ് സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ്. ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്.